ലോകത്തിൽ ബൈബിൾ കഴിഞ്ഞാൽ വളരെയേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. ക്രിസ്തീയ ജീവിതം സുദീർഘമായ ഒരു യാത്രയാണെന്നും നാശകരമായ ലോകത്തിൽ നിന്ന് സ്വർഗമെന്ന മോക്ഷപുരിയിലേക്കുള്ള യാത്രയിൽ ഒരു വിശ്വാസി നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ ഏതെല്ലാമെന്നും വ്യക്തമാക്കുന്ന ഒരു മഹത്തായ കൃതിയാണ് ഈ പുസ്തകം. 1678 1684 കാലഘട്ടത്തിൽ ജയിലിൽ കിടന്നാണ് പീഡനങ്ങൾക്ക് നടുവിൽ ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. 1628 ഇംഗ്ലണ്ടിലെ ബഡ്ഫോർഡിന് സമീപമുള്ള എൽസ്റ്റ എന്ന ഗ്രാമത്തിൽ തോമസ് ബെനിയൻ എന്ന തകരപാത്ര നിർമ്മാണ തൊഴിലാളിയുടെ മകനായി ജോൺ ബെനിയൻ ജനിച്ചു. അടിസ്ഥാന പഠനത്തിന് ശേഷം തകരപാത്ര നിർമ്മാണം തുടങ്ങി. 16-ാം വയസ്സിൽ തൻ്റെ മാതാവ് മരിച്ചുപോയി. തുടർന്ന് പിതാവ് പുനർവിവാഹിതനായി. അതോടെ ജോൺ വീട് വിട്ടിറങ്ങി. ഇംഗ്ലണ്ട് പട്ടാള ക്യാമ്പിൽ ചേർന്ന ജോൺ തൻ്റെ കൂട്ടുകാരനായ പട്ടാളക്കാരൻ്റെ മരണത്തോടെ ദൈവചിന്തയാൽ സ്വാധീനിക്കപ്പെട്ടു. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ ജോൺ 20-ാം വയസ്സിൽ വിവാഹിതനായി. അദ്ദേഹത്തിൻ്റെ വധുവിൻ്റെ മാതാപിതാക്കൾ ഉത്തമ ക്രിസ്ത്യാനികളായിരുന്നു. ഭാര്യയുടെ പിതാവ് സമ്മാനിച്ച 2 ക്രിസ്തീയ ഗ്രന്ഥങ്ങളുടെ പാരായണത്താലും ഭാര്യയുടെ സ്നേഹത്തോടുള്ള പരിചരണത്താലും പ്രാർത്ഥനാ ജീവിതത്താലും ജോൺ ദൈവത്തോടടുത്തു. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ പാട്ടുപാടാനും ദമ്പതികൾ ശ്രദ്ധിച്ചു. ആദ്യകാലങ്ങളിൽ മറ്റുള്ളവരെ വിമർശിക്കാൻ താല്പര്യം കാണിച്ച അദ്ദേഹം പിന്നീട് സ്വയം തിരുത്തി. പാപം ഉപേക്ഷിച്ച് സ്വർഗത്തിൽ പോകുവാനാണോ അതോ പാപത്തിൽ തുടർന്ന് നരകത്തിൽ പോകുവാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് പള്ളിയിൽ വെച്ച് കേട്ട ചോദ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. എന്നാലും പൂർണ്ണമായി മാനസാന്തരം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഒരിക്കൽ സാധുക്കളായ 3 വൃദ്ധന്മാരുടെ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കിയ ജോൺ അവരുടെ ആത്മീയ സന്തോഷവും ക്രിസ്തീയ ജീവിത മഹത്വവും തിരിച്ചറിഞ്ഞു. തുടർന്ന് ബാപ്റ്റിസ്റ്റ് സഭയിൽ അദ്ദേഹം ചേർന്നു. മഹാപാപിക്ക് ലഭിച്ച കൃപസ്മൃതി എന്ന ഗ്രന്ഥം ആ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ചു. ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷ നാളുകളിൽ വലിയ സാമ്പത്തിക പരാധീനത അദ്ദേഹത്തെ അലട്ടി. തൻ്റെ ഭാര്യ മരണമടഞ്ഞ് 5 മക്കളടങ്ങിയ കുടുംബം കഷ്ടത്തിലായി. ബെനിയൻ ക്ഷയരോഗിയായി. ഈ കഷ്ടതയിലും വീടുകൾ സന്ദർശിക്കുവാനും ബൈബിൾ പ്രസംഗിക്കുവാനും ലഘുലേഖകൾ, ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ എഴുതുവാനും അദ്ദേഹം ഉത്സാഹിച്ചു. സുവിശേഷ പ്രസംഗത്തിൻ്റെ പേരിൽ പലപ്പോഴും അദ്ദേഹം ജയിലിലായി. എങ്കിലും പാട്ടും പ്രാർത്ഥനയും ഉപവാസവും തൻ്റെ ഭവനത്തിൽ നടത്തിക്കൊണ്ടിരുന്നു. സുവിശേഷ രംഗത്ത് ഒരു പൂർണ്ണസമയ പ്രസംഗകനായി അദ്ദേഹം ഉയർത്തപ്പെട്ടു. അതേസമയം അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കൾ ഉണ്ടാകാൻ തുടങ്ങി. 1671 ബഡ്ഫോർഡിലെ പാസ്റ്ററായി താൻ നിയോഗിക്കപ്പെട്ടു. ലണ്ടനിൽ അങ്ങോളം ഇങ്ങോളം താൻ പ്രസംഗ പര്യടനം നടത്തി. അന്ധനായ ഒരു മകൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മക്കളെ നോക്കാൻ ഒരാളുടെ ആവശ്യകത ബോധ്യമായതോടെ ദൈവഭക്തിയായ എലിസബത്ത് എന്ന യുവതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. 1659 ചാൾസ് രണ്ടാമൻ ഇംഗ്ലണ്ടിലെ രാജാവായതോടെ സുവിശേഷ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. രാജകൽപ്പനയ്ക്ക് എതിരായി ബെനിയൻ സുവിശേഷ പ്രവർത്തനം നടത്തിയതിനാൽ കോടതി ബെനിയനെ ജയിലിലടച്ചു. 1675 തുടങ്ങിയ ജയിൽവാസം വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. അക്കാലത്താണ് ജോൺ ബെനിയൻ പരദേശി മോക്ഷയാത്ര എന്ന സുദീർഘമായ ഗ്രന്ഥം എഴുതിയത്. സുവിശേഷവേല നിർത്തിയാൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് അധികാരികൾ പറഞ്ഞെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. അതോടെ ജയിൽ അധികാരികൾ ക്രൂരമായി പെരുമാറുവാൻ തുടങ്ങി. ജയിലിൽ വെച്ച് വിശുദ്ധ യുദ്ധം, ഹോളി വാർ എന്ന ഗ്രന്ഥവും അദ്ദേഹം രചിച്ചു. ബൈബിൾ കഴിഞ്ഞാൽ ജനഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയുന്ന 30-ൽ-അധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് രചിച്ചു.
എഴുതാൻ മാത്രമുള്ള വിദ്യാഭ്യാസം നേടിയ ജോൺ ബെനിയൻ ഉപയോഗിച്ച ഭാഷയും ഗ്രന്ഥ ആശയവും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. 12 വർഷം ജയിലിൽ കഴിഞ്ഞ ജോൺ തൂലിക പടവാളാക്കിക്കൊണ്ടാണ് പുറത്തു വന്നത്. ജയിലിലെ പ്രതിസന്ധികളിൽ മനസ്സു പതറാതെ പ്രതികൂലങ്ങളെ അവസരങ്ങളാക്കി മാറ്റി. വിലമതിക്കാനാകാത്ത അനേക ഗ്രന്ഥങ്ങൾ രചിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ജയിൽവാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും അനേകം മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിനും കാരണമായി തീർന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഒരു നിമിഷവും പാഴാക്കാതെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി യത്നിച്ചു. ഭാഗ്യത്തിന് രാജാവിൽ നിന്നും ആ സമയം പ്രസംഗ സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നു. ബെനിയൻ്റെ ഉജ്ജ്വല പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായ ജനങ്ങൾ അദ്ദേഹത്തിനു നൽകിയ ഓമനപ്പേരായിരുന്നു ബിഷപ്പ് ബെനിയൻ. 1688 ജ്വരം ബാധിച്ച ആ പ്രഗത്ഭ സുവിശേഷകൻ ഓഗസ്റ്റ് 31 ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു.